ഹലോ, ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയായ നാടൻ നെയ്യ് ഉണ്ടാക്കിയാലോ. ഞാനല്ലാട്ടോ ഉണ്ടാക്കുന്നത്, ഉമ്മ നെയ്യ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഓടി ഫോൺ കൊടുത്ത് വീഡിയോ എടുക്കാൻ വന്നതാണ് ഞാൻ. വീട്ടിലേക്ക് വാങ്ങുന്ന പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ടാണ് ഉമ്മ നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പാല് നമ്മൾ ചായക്ക് മേടിച്ച് പാൽ തന്നെ മതി. അങ്ങനെ കാച്ചി ചെറിയ തീര് പതപ്പിച്ച് നല്ലോണം പൊന്തി വരുമ്പോൾ അതെടുത്ത് തണിയാൻ വെക്കുക. തണിഞ്ഞിട്ടാകുമ്പോൾ എടുത്ത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ നമ്മൾ 2-3 ആഴ്ച, ഒരു മാസത്തോളം പാടിയാണ് ഞാൻ ഈ എടുത്തത്. അതിങ്ങനെ എടുത്തിട്ട് നല്ലോണം കുറച്ച് മോര് ഇട്ടിട്ട് അവിടെ ഫ്രിഡ്ജിലവിടെ വെക്കുക. മോര് ഇട്ടിട്ടില്ലെങ്കിൽ സാരമില്ല, മോരുണ്ടെങ്കിൽ ഇട്ടിക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലവിടെ വെച്ചിട്ട് അത് ഇങ്ങനെ ഒരു മാസം കൂടുമ്പോൾ എടുത്ത് നല്ലോണം മോര് കലക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കൂലേ. ഇങ്ങനെ കടഞ്ഞിട്ട് ഇങ്ങനെ കടിയുക. ഇങ്ങനെ കടഞ്ഞിട്ട് അതിങ്ങനെ നല്ലോണം കടഞ്ഞ് കട്ടി ഉടഞ്ഞ് വരുമ്പം ഒരു ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ വെള്ളം, ഐസും വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒഴിക്കുക. ഇങ്ങനെ ഒഴിക്കുക. അതന്നെ അത് ഐസും വെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല വേഗം നെയ്യ് വിരിഞ്ഞ് കിട്ടുകയാണ്. അങ്ങനെ നെയ്യ് വിരിഞ്ഞിട്ട് ഇതിങ്ങനെ കലക്കിയത് ഇത് നല്ലോണം ഒരു മണിക്കൂർ, അരമണിക്കൂർ ഇങ്ങനെ കലക്കണം. അരമണിക്കൂർ ഇങ്ങനെ കലക്കിയിട്ടാകുമ്പോൾ നെയ്യ് ഇങ്ങനെ നല്ല കട്ടയായിട്ട് വരും. നെയ്യ് ഇങ്ങനെ കട്ടയായിട്ട് വരും. പൊതിച്ചേർത്ത് കുറച്ച് പൊതിച്ചിങ്ങനെ ഇങ്ങനെ കലക്കണം. ഇങ്ങനെ നല്ലോണം ചീമനം കൊടുത്ത് കലക്കി നല്ല അരമണിക്കൂർ നേരം കലക്കിയിട്ടാകുമ്പോൾ ആ നെയ്യ് ഇങ്ങനെ കട്ടയായിട്ടും വരും. ഏകദേശം ഒരു 700 എണ്ണ കിട്ടും. ഒരു 700 എണ്ണയോളം കിട്ടും. 700 എണ്ണ നമ്മൾ വീടിൽ നിന്ന് വാങ്ങുന്ന അന്നേരം എന്തായി നമ്മളെ പാലിൻ്റെ പൈസയും എണ്ണയോണ്ട് തന്നെ കിട്ടി. അതാ വൃത്തിക്കാക്കിയാൽ അങ്ങനെ കിട്ടും. നല്ല മോരുമായി, നല്ല അടിപൊളി മോരും. ഇനി ക്ലാസ് ഒരു തുള്ളി മോരില്ല, ഇത് വെറും പാടിയാ. ഒരു മാസത്തെ. അപ്പോൾ ഇത് ഉമ്മ ഒരു മാസം എടുത്തു വെച്ച പാടയാണ് കേട്ടോ. ആ പാട എടുത്തതിന് ശേഷം അതിൽ മോര് കുറച്ച് ഇട്ടിക്കുന്നുണ്ടെങ്കിൽ ഇട്ടിക്കുക, അല്ലെങ്കിൽ ഇട്ടിക്കാണ്ട് വെക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു കുടുക്കയിൽ പാട ഒഴിച്ചിട്ട് അതിൽ ഉമ്മ ഇപ്പോൾ 2 പാത്രത്തിലുള്ള പാട ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കുപ്പി തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ വെള്ളം പോലെ കാണുന്നത്. അപ്പോൾ ഈ നെയ്യ് ഇങ്ങനെ മേലയിലേക്ക് വന്നാൽ അതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് മോരായിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ അന്നേരം പിന്നെ ഇങ്ങനെ പാടയൊന്നും കിട്ടിക്കില്ല. നമുക്ക് അന്നേരം പാടൊന്നും കുറിച്ചൊന്നുമില്ല. അന്നേരം നമ്മളിങ്ങനെ വെറുങ്ങനെ കാച്ചിട്ട് അവിടെ വെക്കും പാല്. എന്നിട്ട് ഒരു 2 ദിവസമോ 3 ദിവസമോ വെക്കാൻ പറ്റും, ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട്. അന്നേരം നല്ലോണം ഇഷ്ടംപോലെ പാലുണ്ടാവും നമ്മളെ പുരയിൽ തന്നെ. അന്നേരം അത് ഇട്ടിട്ട് കലക്കിയാൽ എണ്ണ കുറച്ചേ കിട്ടൂ, നല്ല മോര് കിട്ടാം കുറച്ച്. ഇപ്പം നമുക്ക് നല്ല എണ്ണ പശു നെയ്യ്, പണ്ടത്തെ പശു നെയ്യ് ഇപ്പം വാങ്ങുന്ന പോലത്തെ ആർക്കേതൊന്നുമല്ല. നല്ല രസമുള്ള ഒരു പൊടിയാണ്. അതിൻ്റെ മണ്ടേട്ടാൽ മതി ഒന്ന് പൊട്ടിക്കണം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുന്നത് പോലെ അത്ര സിമ്പിളല്ല കേട്ടോ ഈ മന്തുകൊണ്ട് അടിച്ചെടുക്കുന്നത്. ഉമ്മ ചെയ്യുന്നത്ര സ്പീഡിൽ എനക്കും എൻ്റെ അനിയത്തിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉമ്മ പറയുന്നുണ്ട് ഉമ്മാക്ക് തന്നെ പണ്ടത്തെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണ് ആവാത്തതെന്ന്. പിന്നെ നമുക്ക് എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാമെന്ന് ഉമ്മ പറയുന്നുണ്ട്. പിന്നെ ഉമ്മയെല്ലാം ഈ മന്തിനെ കൊണ്ട് തന്നെയാണ് ചെയ്ത് ശീലിച്ചിട്ടുള്ളത്. പിന്നെ കുറേ ടൈമിൽ ഉമ്മ ഇങ്ങനെ അടിച്ചടിച്ച് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ നെയ്യ് പുറത്തേക്ക് വന്നത്. പാലെടുത്ത് ഞാനെല്ലാം പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ കലക്കി ഇതങ്ങനെ കലക്കി നല്ലോണം ഇങ്ങനെ നെയ്യായി വന്നത്. ഇതാ കട്ട ഇങ്ങനെ നെയ്യായി വന്ന് ഇനിയിപ്പോൾ അതിനെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങോട്ടാണ് ഒന്നെടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. എന്നാൽ നെയ്യ് അങ്ങ് കട്ടിയായിക്കോളും. ഇങ്ങനെ ഒന്ന് കലാഞ്ചിയ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കലാഞ്ചിയിട്ട് അന്നേരം നെയ്തേച്ച് ഇങ്ങനെ കണ്ട ചുരുണ്ട് കട്ടിയായിട്ട് വരുന്നു. നമുക്ക് പാല് വാങ്ങിയതിനെ കൊണ്ട് 2 കാര്യമായി. പാല് കുടിക്കലുമായി, എണ്ണയായി. ഇങ്ങനെ ചെറുമ്പൊന്നുമല്ല കിട്ടുക. ഇതാ അങ്ങെടുത്തോ, മന്ദം കെടുത്തോ. ഇങ്ങനെ നല്ലോണം നെയ്തേച്ച് നല്ലോണം എനിക്ക് ഏകദേശം ഒരു 700-800ഓളം എണ്ണ കിട്ടും. ഒരു മാസത്തെ പാലിങ്ങൾ എത്രയാണെന്ന് കണക്ക് കൂട്ടിക്കുക. 1 ലിറ്റർ പാലാണ് വാങ്ങുക. ഒരു മാസത്തെ പാലിൻ്റെ
പാടയാണിത്. ഒരു തുള്ളി പാലാക്കൂല. പാട കെട്ടിയിട്ടാകുമ്പോൾ അരിപ്പയിലിട്ട് പാലങ്ങ് അരിച്ചെടുത്തിട്ട് വെറും പാട മാത്രമായി ചെയ്യണം. മോളെ ഇങ്ങനെ എണ്ണ എടുത്തിട്ട് വെറുങ്ങനെ അങ്ങ് പൊട്ടിച്ചാൽ നെയ്യ് ഒരാഴ്ച കൊണ്ട് കാറിപ്പോകും. എന്ത് വേണമെന്ന് വെച്ചാൽ നല്ലോണം വെള്ളത്തിൽ 3 പ്രാവശ്യം കീറണം. എന്നിട്ട് ആ വെള്ളം തേച്ച് അരിച്ച് കളഞ്ഞിട്ട് വേണം ചട്ടിയിലിട്ടിട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം അതിൻ്റെ കീടം ചോന്ന് വരുന്ന വരെ നല്ലോണം ഇല്ല. അത് രണ്ടാമത്തെ കീഴലായിട്ട് ഒന്നുകൂടി മേലെ വെള്ളം വരും. എന്നാലേ എണ്ണ നല്ല രസം ഉണ്ടാവില്ല. പിന്നെ എണ്ണ കാറൽ വെക്കും വേഗം ഇങ്ങനെ കൈയിട്ട് വൃത്തിയാക്കിയിട്ടെങ്കിൽ. നെയ്യ് നമ്മൾ എടുത്തതിന് ശേഷം 3 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. അങ്ങനെ കഴുകിയിട്ടില്ല എന്ന് വെച്ചാൽ ചൊയ വരുന്നെന്ന് പറയുന്നത്, കാറിയൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പൊട്ടിക്കുക എന്നാണ്, നെയ്യ് പൊട്ടിച്ചെടുക്കുക എന്നാണ് പറയുക. ഈ വെണ്ണയില്ലേ, ഇത് ശരിക്കും നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട് ഈ ബട്ടർ. നമ്മൾ നെയ്യാക്കണ്ട, നമുക്ക് ഈ ബട്ടർ തന്നെ തിന്നാന്നെല്ലാം പറഞ്ഞിന്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് എടുത്തു വെക്കുകയും ചെയ്തിന്. ബ്രെഡിൻ്റെ കൂട്ടിയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കി നമ്മൾ എടുത്തു വെച്ചതിൻ്റെ ബാക്കി നെയ്യാക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ സ്ലിമ്മിലായി ഇട്ട് വെച്ച് കൊടുക്കുക. ഇത് നല്ലോണം തിളച്ച് ഇത് ഒരു റെഡ് കളറായി വരും. സൈഡിൽ ഇങ്ങനെ കരിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലാവുമ്പോൾ ഇതിൻ്റെ ശരിക്കും ആ ഒരു കൺസിസ്റ്റൻസി വരിക. ഇതിൻ്റെ ഈ തിളച്ച് വരുമ്പോഴുള്ള മണം നമ്മളെ വീട് മൊത്തം ആ ഒരു സ്മെല്ലിങ്ങനെ നിൽക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കാണുമ്പോൾ നമുക്ക് ഡാർക്കായിട്ട് തോന്നും. കരിഞ്ഞു പോയോ എന്നെല്ലാം നമുക്ക് ഡൗട്ട് തോന്നും. പക്ഷേ ഇത് നമ്മൾ കുപ്പിയിൽ ഒഴിച്ചു വെക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള കളർ നമുക്ക് മനസ്സിലാവുക. ഈ ഒരു കളറാണ് കേട്ടോ നമ്മൾ നെയ്യ് ഉണ്ടാവുക. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതായിട്ട് കളറ് വരെ ഭയങ്കര ഡിഫറൻസാണ്. ഇത് നമുക്ക് വെറുതെ ഒരു സ്പൂണിലെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അത്രക്കും അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുന്നുള്ള സ്റ്റേജായ ബട്ടറും അടിപൊളിയാണ്. അപ്പോൾ ഇനി വീട്ടാവശ്യത്തിന് വാങ്ങുന്ന പാല് എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മറക്കാതെ നമ്മളെ സപ്പോർട്ടും ചെയ്യണേ.